കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പീരീഡ് ആകുന്ന ഡേറ്റിന് ഒരു 5 ദിവസം മുൻപ് മുതൽ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ഏർലി പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് ഇതിനോടകം നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓരോ അവയർനെസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ആളുകൾ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ളവരും PCOD ഉള്ളവരും ഒക്കെ വരുന്ന ലക്ഷണങ്ങൾ ചിലപ്പോൾ പീരീഡ്സിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പീരീഡ്സ് ആകാതെ വന്നു കഴിഞ്ഞാൽ അത് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പീരീഡ്സിനുണ്ടാകുന്ന സെയിം സിംറ്റംസ് തന്നെ പ്രഗ്നൻസിക്കും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് നമ്മുടെ ഓരോ വീഡിയോസ്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കേൾക്കുക. ആ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി സിംറ്റംസും ഇല്ലാതെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ഇനി സിംറ്റംസ് ഒക്കെ ഉണ്ടായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് കിട്ടുന്ന ആളുകളും ഉണ്ട്. അതുകൊണ്ട് ലക്ഷണങ്ങൾ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന ലക്ഷണങ്ങളിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ലോവർ അബ്ഡോമൻ പെയിൻ ആണ്. അത് നമുക്ക് പീരീഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള വേദന ഉണ്ടാവുക. ഒരുപാട് പേര് ചാനലിൽ പറയുന്നുണ്ട്, ചേച്ചി പീരീഡ്സ് ആകാൻ പോകുന്നത് പോലെയാണ് വേദന വരുന്നത്, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് കിട്ടുന്നുണ്ട്, ഇനി പീരീഡ്സ് ആകുമോ അല്ലെങ്കിൽ മിസ്കാരേജ് ആകാൻ പോകുമോ, അങ്ങനെയൊക്കെ പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്. പീരീഡ്സ് ആകുന്ന സമയത്ത് നമുക്കൊരു കോൺട്രാക്ഷൻസ് സംഭവിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വേദനകൾ വരുന്നത്. കാരണം യൂട്രസ് ഒന്ന് കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോഴേക്കും ആ എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ കൃത്യമായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. കോൺട്രാക്ഷൻ അല്ല പ്രഗ്നന്റ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ യൂട്രസിൽ ആ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങും. ഈ സ്ട്രെച്ചിങ് എഫക്ട് നിങ്ങൾക്ക് വരുന്നത് കൊണ്ടാണ് പീരീഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. പീരീഡ്സ് ആകുന്ന സമയത്ത് എന്ന് പറയുന്ന വേദന എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ബ്ലീഡിങ് പോകുന്ന സമയത്ത് ഹെവി ആയിട്ടുണ്ടാകുന്ന വേദനയല്ല. പീരീഡ്സിന്റെ ആ ഒരു ബ്ലഡ് സ്പോട്ട് നമ്മൾ കാണുന്നതിന് മുൻപായിട്ട് ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു വേദന ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു വേദനയായിരിക്കും നമുക്ക് വരുന്നത്. ഇത് ഒരുപാട് ഡെപ്ത് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന വേദനയായിരിക്കില്ല. കുറച്ചു നേരം വരും, പിന്നെ അത് പോകും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വരും. അങ്ങനെയായിരിക്കും ഈ ഒരു വേദന കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് കേട്ടോ. ഈ വേദന ഉണ്ടായിട്ടും എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നില്ലെങ്കിൽ ഡേറ്റ് മിസ്സായി 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. 5 ദിവസമെങ്കിലും കുറഞ്ഞത് വെയിറ്റ് ചെയ്യുക. കാരണം ഏർലി സ്റ്റേജിൽ ചിലപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന HCG ഹോർമോണിന്റെ അളവ് നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനും ചെറുതായിട്ടായിരിക്കും, ലോ ലെവലിലായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഡേറ്റ് മിസ്സായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ തൊടയുടെ ഭാഗത്തായിട്ട് വേദന ഉണ്ടാവുക. തൊടയുടെ അകത്തല്ല, അതായത് നമ്മുടെ വജൈനയ്ക്ക് നേരെ താഴെയുള്ള പോർഷനിലല്ല നമുക്ക് ഈ ഒരു വേദന ഉണ്ടാവുന്നത്, തൊടയ്ക്ക് പുറത്തായിട്ടുള്ള ഭാഗത്ത്. ഏകദേശം ആ ഒരു ഇടുപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ തൊടയുടെ ആ ഒരു മുട്ടുകാലെത്തണ്ട അതിന് ആ ഒരു ഇടയ്ക്കുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് വേദന ഉണ്ടാവുക. പീരീഡ്സ് ആകുന്ന പല ആളുകൾക്കും പീരീഡ്സിന് മുൻപായിട്ടും ബ്ലീഡിങ് പോകുന്ന സമയത്തും ഒക്കെ ഇത്തരത്തിലെ വേദന അനുഭവപ്പെടാറുണ്ട്. ഇതേ സെയിം വേദന തന്നെ നമുക്ക് പെൽവിക്കിന്റെ ആ ഒരു ഭാഗത്ത് നമ്മളുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തും അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു വേദന ഉണ്ടാവുന്നത് യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതിന്റെ ഒരു പുഷിംഗ് എഫക്ട് ലോവർ പോർഷനിലോട്ട് നമ്മുടെ ബോഡി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പുഷിംഗ് എഫക്ട് കൂടി വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നത് കേട്ടോ. ഈ വേദന നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പീരീഡ് ഡേറ്റിൽ നിങ്ങൾ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്നില്ലെങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. തുടക്കത്തിലെ പോയിന്റിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വേദനയുടെ അളവും വളരെയധികം കുറവായിരിക്കും. ചില ആളുകൾക്ക് പീരീഡ്സിന്റെ ബ്ലീഡിംഗ് പോകുന്ന ദിവസമായിരിക്കും ഈ വേദന ഉണ്ടാവുന്നത്. ഒരുപാട് നേരം നിൽക്കുന്ന സമയത്ത് അസ്വസ്ഥതയോടുകൂടി വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ ഹെവി ഫ്ലോ ഉണ്ടാകുന്ന ദിവസം ഇത്തരത്തിൽ അസ്വസ്ഥതയും വേദനയും ഉണ്ടാവുക. ഇത് പലർക്കും നോർമലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു വേദന നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റാർട്ടിംഗ് ആവുന്ന സമയത്തോ നമുക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വേദന എന്ന് പറയുന്നത് നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അവസാനിക്കും. അങ്ങനെയുള്ള വേദനയായിരിക്കും. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലായിരിക്കും, ഏകദേശം ഫസ്റ്റത്തെ സെക്കൻഡിലോ മാസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് കേട്ടോ. കാരണം യൂട്രസ് അങ്ങോട്ട് വലിഞ്ഞു തുടങ്ങുന്നത് കൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നത്. മൂന്നാമതായിട്ട് നമുക്കുണ്ടാവുന്നത് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയാണ്. വൊമിറ്റിംഗ് ടെൻഡൻസി പലർക്കും എന്താ പറയുക, പീരീഡ്സിന് മുൻപുള്ള സമയത്തും ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. വൊമിറ്റ് ചെയ്തിട്ട് പീരീഡ്സിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ വൊമിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്.
അപ്പോൾ വോമിറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് ഒരിക്കലും നമുക്ക് പ്രഗ്നൻസിയുടേതാണോ പീരിയഡ്സിൻ്റെ ആണോ എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. സാധാരണയായിട്ട് പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചിലപ്പോൾ ഒരു യെല്ലോ കളറിൽ ഒരു ലിക്വിഡ് വോമിറ്റ് ചെയ്ത് കളയാറുണ്ട്. നമുക്ക് അസിഡിറ്റി ഉണ്ടാകുന്നത് കൊണ്ടും നമ്മൾ കുറേ നേരം ഫുഡൊന്നും കഴിക്കാതിരുന്നത് കൊണ്ടും ഗ്യാസ് ഫോം ചെയ്യുന്നത് കൊണ്ടും ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഈ യെല്ലോ കളറിൽ ലിക്വിഡ് വോമിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതല്ലാതെ ചില ആളുകൾ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേയും വോമിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വോമിറ്റിംഗ് നിങ്ങൾക്ക് വന്നിട്ടും നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ടേക്ക് 2-3 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടും പീരിയഡ്സ് വരുന്നില്ല എങ്കിൽ അപ്പോഴും നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഈ യെല്ലോ കളറിൽ ലിക്വിഡ് വോമിറ്റ് ചെയ്യുന്നത് ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും. കാരണം നമ്മൾ അത്രയും നേരം വരെ റിലാക്സ് ആണ്, നമുക്ക് വേറെ ഒരു തരത്തിലുള്ള ഒബ്ജക്ട്സും വായിലോട്ട് വരുന്നില്ല. നമ്മുടെ ആ ഒരു പെട്ടെന്ന് ഒരു ഒബ്ജക്റ്റ് വായിലോട്ട് വരുമ്പോഴേക്കും അത് ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വോമിറ്റിംഗ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു ഗ്യാസിന്റെ ഫോർമേഷനും കൊണ്ട്, കാരണം നമ്മൾ അത്രയും മണിക്കൂർ ഒരു 8-9 മണിക്കൂറോളം നമ്മളൊന്നും കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ടും നമുക്ക് അത്തരത്തിലുള്ള ഗ്യാസ് ഉണ്ടാവുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് ഇടുപ്പ് വേദനയാണ്. ഈ ഒരു ഇടുപ്പ് വേദനയും നമുക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാവുന്നതാണ്. ആ ഫ്ലോ പോകുന്ന സമയത്ത് ചില ആളുകൾക്ക് ആ ഒരു ലോവർ ബാക്കിന്റെ സെൻട്രൽ പോർഷനിലും അതുപോലെ നമുക്ക് രണ്ട് ഇടുപ്പിന്റെ ഭാഗത്തും വേദന അനുഭവപ്പെടാറുണ്ട്. ബ്ലീഡിങ് പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആ ഒരു യൂട്രസ് ഒന്ന് കോൺട്രാക്ഷൻസ് ഉണ്ടായിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് പുറത്തേക്ക് പോരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത് കുറച്ച് ആ എംബ്രിയോ ഭയങ്കര ചെറുതാണെങ്കിൽ കൂടി തന്നെ യൂട്രസിന്റെ ഫോട്ടോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. യൂട്രസ് സൈസ് ഭയങ്കര ചെറുതാണ്. ഈ യൂട്രസ് ആണ് നമ്മുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് എക്സ്പാൻഡായി പോകുന്നത്. ആ എക്സ്പാൻഷൻ അവിടെ നടക്കണമെങ്കിൽ യൂട്രസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മസിൽസും അവിടെ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങണം. ഈ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഏകീകരിച്ച് കൃത്യമായിട്ട് മുൻപോട്ടേക്ക് പോകുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ ബലം പിടിച്ച് ഒരു സാധനം ഇങ്ങനെ വലിക്കാനായിട്ട് നോക്കുമ്പോഴേക്കും അത് നമ്മുടെ ചുറ്റും വെച്ചിട്ട് നമ്മൾ വലിക്കാൻ നോക്കുമ്പോഴേക്കും അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് വലിയാനായിട്ട് തുടങ്ങില്ലേ. ഈ ഒരു എഫക്റ്റാണ് നമുക്ക് ആ യൂട്രസിലും അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ സമയത്തും പീരിയഡ്സിന്റെ സമയത്തും ഉണ്ടാകും. പീരിയഡ്സിന്റെ സമയത്താണ് അല്ലെങ്കിൽ പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഒരു 3-4 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് മസ്റ്റായിട്ട് പീരിയഡ്സ് ഉണ്ടാകും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 ലക്ഷണങ്ങൾ 4ഉം നമുക്ക് പീരിയഡ്സിലും പ്രഗ്നൻസിയിലും സെയിം ആയിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പീരിയഡ്സിൽ ഉണ്ടാകുന്ന സെയിം ലക്ഷണം തന്നെ പ്രഗ്നൻസിക്കും വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ലക്ഷണം കാണുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നില്ല എങ്കിൽ ബ്ലീഡിങ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശത്തിനും നിങ്ങൾ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ ഇഞ്ചിവെള്ളം കുടിക്കാതിരിക്കുക, ഹെക്റ്റിക് ആയിട്ടുള്ള ജോലികൾ ചെയ്യാതിരിക്കുക, ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുക, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. ഡോക്ടർ ഓൾറെഡി എന്തെങ്കിലും മെഡിസിൻസ് പീരിയഡ്സ് ആകാൻ വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എടുക്കാതെ ശ്രദ്ധയോടുകൂടി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾമോസ്റ്റ് സെയിം സിംറ്റംസ് തന്നെയായിരിക്കും പീരിയഡ്സിനും പ്രഗ്നൻസിയും ഉണ്ടാകുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും ആ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യുക. ഒരുപാട് പേർക്ക് പീരിയഡ്സ് ആകുന്ന ദിവസം ലൈറ്റ് ആയിട്ട് സ്പോട്ടിംഗ് ഉണ്ടായിട്ട് പിന്നീട് കാർഡ് ടെസ്റ്റ് ചെയ്തിട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടോ നോക്കുമ്പോഴേക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നവരുണ്ട്. ചില ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഫ്ലക്ച്വേഷൻസ് കൊണ്ടും യൂട്രസിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ബ്ലഡ് പുറത്തേക്ക് വരുന്നത് കൊണ്ടും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന്റെ സ്പോട്ടിംഗ് ആയതുകൊണ്ടും പലർക്കും ചെറുതായിട്ട് സ്പോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് എന്ന് പറയുമ്പോഴേക്കും നേരത്തേക്ക് എന്ന് പറയുമ്പോഴേക്കും ഒരു ദിവസം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി 2 ദിവസമൊക്കെ കണ്ടിന്യൂസ് ബ്ലീഡിങ് വരുന്നുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസം കൊണ്ടും നമ്മുടെ ഭക്ഷണ രീതികളിൽ വരുന്ന വ്യത്യാസം കൊണ്ടും നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പലർക്കും പ്രഗ്നൻസിയുടെ സമയത്ത് സ്പോട്ടിംഗ് ആയിട്ടും ബ്ലീഡിംഗ് ആയിട്ടും ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അതുണ്ടായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ ബ്ലീഡിംഗ് കുറവാണെങ്കിൽ കാർഡ് ടെസ്റ്റോ ബ്ലഡ് ടെസ്റ്റോ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.